പണ്ടൊരിടത്ത് വൺസ് അപ്പോൺ എ ടൈം ഒരു കഥ പറയട്ടെ. രാജുവും ശ്രീജിത്തും സുഹൃത്തുക്കളായിരുന്നു. തെക്കൻ കേരളത്തിലായിരുന്നു അവരുടെ നാട്. അവർ ചെറുപ്പം മുതലേ ഒരു സ്കൂളിൽ പഠിച്ച് തുടർന്ന് ഒരു കോളേജിൽ പഠിച്ച് ഒന്നിച്ചു വളർന്നു വന്നവരായിരുന്നു. അവർ പഠിച്ചത് 2 വിഷയങ്ങളായിരുന്നു എങ്കിലും അവർക്ക് കേരളത്തിൽ കൊച്ചിയിൽ തന്നെ ജോലി കിട്ടി. അവർ അവധി ദിനങ്ങളിൽ പലപ്പോഴും കണ്ടുമുട്ടാറുണ്ടായിരുന്നു. അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞുപോയി. അവർ 2 പേരും വിവാഹിതരായി. അവർ അടുത്തടുത്ത വീടുകൾ റെന്റിനെടുത്ത് താമസമാക്കി. രാജുവിൻ്റെ ഭാര്യ രജനിയും ശ്രീജിത്തിൻ്റെ ഭാര്യ ജീനയും. രാജുവും രജനിയും നല്ല ദമ്പതികളായിരുന്നു. അവർ സന്തോഷകരമായൊരു വിവാഹ ജീവിതമാണ് നയിച്ചിരുന്നത്. തികച്ചും ഹാപ്പി മാരീഡ് ലൈഫ്. എന്നാൽ ശ്രീജിത്തും ജീനയും അത്ര ഹാപ്പി ആയിരുന്നില്ല. അവരുടെ മാരീഡ് ലൈഫ് അൺഹാപ്പി ആണെന്ന് പറയാം. അവർ എപ്പോഴും കലഹിക്കുമായിരുന്നു. അവർ അസംതൃപ്തരായിരുന്നു. എന്നാൽ രാജുവും രജനിയും സന്തോഷകരമായ ജീവിതം നയിക്കുന്നത് കണ്ട് ശ്രീജിത്തിനും ജീനയ്ക്കും ഉള്ളിൽ അസൂയയുണ്ടായിരുന്നു. അവർക്ക് സന്തോഷകരമായ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ സാധിക്കുന്നില്ല. ഒരു ദിവസം ജീന ശ്രീജിത്തിനോട് പറഞ്ഞു, ശ്രീ, അവർ 2 പേരും എപ്പോഴും ഹാപ്പി ആയിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ രഹസ്യമെന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ പോയി രഹസ്യമായി അവരെ ഒന്ന് നിരീക്ഷിച്ചു കണ്ടുപിടിക്കും. ശ്രീജിത്ത് ആദ്യം വിസമ്മതിച്ചുവെങ്കിലും അതിനുശേഷം ചെറിയൊരു വൈക്ലഭ്യത്തോടെയാണെങ്കിലും അതിന് തയ്യാറായി. അയാൾ രാജുവിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ജനലരികിൽ ചെടികൾക്ക് പിന്നിലായി ഒളിച്ചു നിന്നു. അപ്പോൾ രാജുവിൻ്റെ ഭാര്യ രജനി ഒരു ഹോസ് ഉപയോഗിച്ച് ചെടികൾ നനയ്ക്കുകയായിരുന്നു. ശ്രീജിത്ത് ജനലരികിൽ പതുങ്ങി നിന്ന് വാച്ച് ചെയ്തു. പെട്ടെന്ന് ഫോൺ ബെൽ റിങ് ചെയ്യുന്നത് കേട്ട് ഹോസ് വഴിയിലിട്ട് രജനി വീടിനകത്തേക്ക് ഓടി. അപ്പോഴാണ് രാജു പുറത്തുനിന്ന് വളരെ വേഗത്തിൽ വീട്ടിലേക്ക് വന്നത്. രാജു അല്പം ധൃതിയിലായിരുന്നതുകൊണ്ട് വഴിയിൽ കിടന്ന ഹോസ് കണ്ടില്ല. രാജു ഹോസിൽ തട്ടി താഴെ വീണു. കയ്യിലുണ്ടായിരുന്ന വിത്തുചെടികൾ താഴെ തെറിച്ചു വീണു. ശബ്ദം കേട്ട് രജനി ഓടി വന്നു. വീണുകിടക്കുന്ന രാജുവിനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് രജനി പറഞ്ഞു, ഓ, ഐ ആം റിയല്ലി സോറി. ഞാൻ ഹോസ് വഴിയിൽ ഇടരുതായിരുന്നു. എൻ്റെ തെറ്റായിപ്പോയി. റിയല്ലി സോറി. അപ്പോൾ രാജു പറഞ്ഞു, ഇല്ല, എൻ്റെ തെറ്റ് തന്നെയാണ്. സാരമില്ല, ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എൻ്റെ തെറ്റ് തന്നെയാണ്. അവർ 2 പേരും കൂടി തെറിച്ചുപോയ വിത്തുചെടികൾ പെറുക്കിയെടുത്തു. അതിനുശേഷം രജനി രാജുവിൻ്റെ വേദനയുള്ള ഭാഗത്ത് ഒരു ബാം പുരട്ടിക്കൊടുത്തു. എന്നിട്ട് അവൾ പറഞ്ഞു, ഐ ലവ് യു. അപ്പോൾ രാജുവും പറഞ്ഞു, ഐ ലവ് യു ടു. ശ്രീജിത്ത് വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഭാര്യ ചോദിച്ചു, ഇത്രയും വേഗം തിരിച്ചു വന്നോ? എന്തെങ്കിലും മനസ്സിലായോ? അവരുടെ സന്തോഷത്തിൻ്റെ രഹസ്യം എനിക്ക് മനസ്സിലായി, ശ്രീജിത്ത് പറഞ്ഞു. അവർ അവരവരുടെ തെറ്റുകൾ ഏറ്റെടുക്കുകയും സോറി പറയാൻ തയ്യാറാവുകയും ചെയ്യുന്നു. സ്വന്തം തെറ്റുകൾ മറ്റേയാളുടെ മേൽ കെട്ടിവെക്കാൻ ശ്രമിച്ച് നമ്മളെപ്പോലെ കലഹമുണ്ടാക്കുന്നില്ല. സന്തോഷകരമായ വിവാഹ ജീവിതത്തിന് ഇത് വളരെ പ്രധാനമായ കാര്യമാണ്. അന്നു മുതൽ ശ്രീജിത്തും ജീനയും അതുപോലെ ജീവിക്കാൻ ശ്രമിക്കുകയും അവരുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരമാവുകയും ചെയ്തു. താങ്ക് യു ഫോർ വാച്ചിങ്.